വെൽക്കം ടു ഡേ 2 ഓഫ് ആ 30 ഡേയ്സ് ചാലഞ്ച്. നമ്മുടെ 30 ദിവസത്തെ 30 ഡേ ചാലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ഡേ എന്താ പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. അതായത് നമ്മളിപ്പം മലയാളം സംസാരിക്കാത്ത ഒരാളെ കാണുകയാണ്, നമുക്ക് പരിചയപ്പെടേണ്ട ഒരു അവസ്ഥ വരെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ലത് അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം വരാം. ഇനി ഈ ഒരു 30 ദിവസത്തെ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഐ ഗ്യാരണ്ടി യു ദാറ്റ് തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനുള്ള ഒരു ഐഡിയ ഒക്കെ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് ഈ വീഡിയോസ് കണ്ടുപോകുക. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ, ഐ ഗ്യാരണ്ടി. ഇനി നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്നത്തെ ദിവസം നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യമാണ്, മിസ്സേ ഗ്രാമറൊക്കെ പഠിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം ആവില്ലേ? ഞാനിപ്പോൾ ഓൾറെഡി പുറത്താണ് താമസിക്കുന്നത്, അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സെൻറ്റൻസസ് പഠിപ്പിച്ചു തരുമോ? അപ്പോൾ ഇന്ന് തൊട്ട് അങ്ങോട്ടുള്ള 30 ഡേയ്സ് ചാലഞ്ചിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇതുപോലെ ബേസിക് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സെൻറ്റൻസസ് ആയിരിക്കും പഠിക്കുന്നത്. അതായത് ഗ്രാമർ പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം. എന്തായാലും ലോങ് ടേമിൽ നിങ്ങൾ ഗ്രാമർ പഠിക്കണം, ബേസിക് ഗ്രാമർ പഠിക്കണം. പക്ഷേ അതുവരെ നിങ്ങൾക്കൊന്ന് പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സെൻറ്റൻസസ് വെച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള 30 ഡേയ്സ് ചാലഞ്ചിൽ നമ്മൾ പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, നമ്മളൊരു കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്, പെർമിഷൻ ചോദിക്കുകയാണ്. എസ്പെഷ്യലി ഓഫീസസിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബസ്സിലോ ട്രെയിനിലോ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒക്കെ നമുക്കൊരു കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? ഞാൻ പൊയ്ക്കോട്ടെ, ഞാൻ വന്നോട്ടെ, ഞാൻ തുറന്നോട്ടെ, ഞാൻ കണ്ടോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷാൽ ഐ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. ഷാൽ ഐ. സോ ഷാൽ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഷാൽ ഐ കം, ഞാൻ വന്നോട്ടെ. ഷാൽ ഐ ടെൽ, ഞാൻ പറഞ്ഞോട്ടെ. ഷാൽ ഐ കുക്ക്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോട്ടെ. ഷാൽ ഐ ലീവ്, ഞാൻ പൊയ്ക്കോട്ടെ. ഷാൽ ഐ ടോക്ക്, ഞാൻ സംസാരിച്ചോട്ടെ. ഷാൽ ഐ ടേക്ക് എ ലീവ്, ഞാനൊരു ലീവ് എടുത്തോട്ടെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാം? ഷാൽ ഐ വെച്ചിട്ട് ചോദിക്കണം. ഷാൽ ഐ ഗോ, ഷാൽ ഐ കം, ഷാൽ ഐ സ്പീക്ക്, ഷാൽ ഐ റൈറ്റ്, ഷാൽ ഐ എൻറ്റർ, ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ ചോദിക്കാം. ഇനി അടുത്തത്, എനിക്ക് വേണ്ടി കാത്തിരിക്കൂ. എനിക്ക് വേണ്ടി കാത്തിരിക്കൂ എന്ന് നമ്മൾ ഒരാളോട് പറയണം. അപ്പോൾ പോവല്ലേ, എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കണേ എന്നെങ്ങനെ പറയും? പ്ലീസ് വെയിറ്റ് ഫോർ മീ. എന്താ പറയുക? പ്ലീസ് വെയിറ്റ് ഫോർ മീ. കാത്തിരിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വെയിറ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഏത് വെയിറ്റാ? WEIGHT ഒരെണ്ണമുണ്ട്, അതല്ല, WAIT. അതാണ് കാത്തിരിക്കുക എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വെയിറ്റ്. സോ എനിക്ക് വേണ്ടി കാത്തിരിക്കൂ അല്ലെങ്കിൽ പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കൂ എന്ന് പറയുമ്പോൾ പ്ലീസ് വെയിറ്റ് ഫോർ മീ. ഓക്കെ, ഇനി ഞാൻ തയ്യാറാണ്, ഞാൻ തയ്യാറായി അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ് എന്നെങ്ങനെ പറയും? ഐ ആം റെഡി. ഐ ആം റെഡി എന്ന് വെച്ചാൽ എന്താ? ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി. തയ്യാറാകുക, തയ്യാറായി എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ റെഡി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. സോ ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. ഇനി നമുക്ക് പോകാം, നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാം? നമുക്ക് പോകാം, നമുക്ക് വരാം, നമുക്ക് കാണാം, നമുക്ക് ചായ കുടിക്കാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ലെറ്റ്സ് എന്ന് വെച്ചാണ് നമ്മൾ പറയുന്നത്. LET പിന്നെ അപ്പോസ്ട്രോഫി S ആണ് കേട്ടോ, അത് മാറിപ്പോകരുത്. LET അപ്പോസ്ട്രോഫി S ആണ്, LETS അല്ല. സോ ലെറ്റ്സ്. അപ്പം നമുക്ക് പോകാം, ലെറ്റ്സ്. പോകുക എന്നുള്ളത് എന്താ ഇംഗ്ലീഷിൽ പറയാം? ഗോ എന്നാണ് പറയാം. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ചായ കുടിക്കാം, ലെറ്റ്സ് ഹാവ് ടീ. നമുക്ക് സംസാരിക്കാം, ലെറ്റ്സ് ടോക്ക്. നമുക്ക് വരാം, ലെറ്റ്സ് കം. അങ്ങനെയാണ് നമ്മൾ പറയാം. സോ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ ലെറ്റ്സ്, നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ലെറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി അടുത്തത്, എനിക്ക് മനസ്സിലായി. ഇത് നമ്മളെപ്പോഴും പറയുന്നത്, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, അങ്ങനെ നമ്മൾ പറയില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ അണ്ടർസ്റ്റുഡ്. സോ ഇവിടെ കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക, മനസ്സിലായി എന്നുള്ളതിനെല്ലാം ഒരു വാക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതാണ് ആ വാക്ക്? അണ്ടർസ്റ്റാൻഡ് അല്ലേ? പക്ഷേ എനിക്ക് മനസ്സിലായി എന്ന് നമ്മൾ പറയുമ്പോൾ അണ്ടർസ്റ്റുഡ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞു പോയതാണ്. മനസ്സിലായി, അത് കഴിഞ്ഞു. സോ ഐ അണ്ടർസ്റ്റുഡ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ്. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് 5 സെൻറ്റൻസസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ സിമ്പിൾ സെൻറ്റൻസസ് ആണ്. നിങ്ങൾ ഇതൊന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒന്നിടയ്ക്ക് യൂസ് ചെയ്തും കൂടി നോക്കുക. എപ്പോഴും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ
നമുക്ക് ഒരു കൺഫ്യൂഷനാണ്. ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇംഗ്ലീഷ് സംസാരിച്ച് ബോറാവും. ഒരു ബോറും ഇല്ല. ആർക്കിപ്പോൾ ആരെങ്കിലും ഇവിടെ നമ്മളെ ജഡ്ജ് ചെയ്യാനിരിക്കുന്നുണ്ടോ? നോബഡി കെയർസ്. നിങ്ങൾ സംസാരിച്ച് നോക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആയിരിക്കും അത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇനി തൊട്ടുള്ള അങ്ങോട്ടുള്ള നമ്മുടെ 30 ഡേ ചാലഞ്ച് വീഡിയോയിൽ കൂടുതൽ വീഡിയോസും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സെൻറ്റൻസസ് പഠിക്കുന്നതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന സെൻറ്റൻസസ് നിങ്ങൾ എൻ്റെ കൂടെ പറയണം, എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറയും, നിങ്ങൾ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ പതുക്കെ പറയാം, എന്നെ നമുക്ക് സ്പീഡിൽ പറയാം. ഓക്കെ, സോ അടുത്തത് ഇവിടെ വരൂ. ഇവിടെ വരൂ എന്നുള്ളതിന് നമുക്ക് പ്ലീസ് കം ഹിയർ. പ്ലീസ് കം ഹിയർ. ഇവിടെ വരൂ എന്നുള്ളതിന് പകരമാണ് കം യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്നുള്ളതിന് പകരമാണ് ഹിയർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുക ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ പ്ലീസ് യൂസ് ചെയ്യുന്നത് വുഡ് ബി ബെറ്റർ, നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളോടാണ് സംസാരിക്കുന്നതെങ്കിൽ. സോ പ്ലീസ് കം ഹിയർ, ഇവിടെ വരൂ. ഇനി അടുത്തത് ഇരിക്കൂ. ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയണം ഇരിക്കൂ. അപ്പം പ്ലീസ് സിറ്റ് ഡൗൺ. പ്ലീസ് സിറ്റ് ഡൗൺ. ഓക്കെ, എൻ്റെ കൂടെ ഒന്ന് പറയണേ. പ്ലീസ് സിറ്റ് ഡൗൺ. പ്ലീസ് സിറ്റ് ഡൗൺ. ഇനി അടുത്തത് എഴുന്നേൽക്കൂ. എന്നെങ്ങനെ പറയാം? എഴുന്നേൽക്കൂ. പ്ലീസ്, കൂടെ പറയാൻ മറക്കരുത്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കൂ. ശ്രദ്ധിച്ച് കേൾക്കാനല്ല, ശ്രദ്ധിച്ച് കേൾക്കൂ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പ്ലീസ് ലിസൺ കെയർഫുള്ളി. പ്ലീസ് ലിസൺ കെയർഫുള്ളി. സോ ശ്രദ്ധിച്ച് എന്നുള്ളതിന് പകരമാണ് കെയർഫുള്ളി എന്ന് പറയുന്നത്. ലിസൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതിനാണ്. ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതിന് നമ്മൾ ലിസൺ എന്നാണ് പറയുന്നത്. എട്ടിത്ത് നമ്മൾ പറയണം ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് കേൾക്കും എന്ന് പറയുമ്പോഴാണ് ലിസൺ കെയർഫുള്ളി എന്ന് പറയുന്നത്. സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി. ശ്രദ്ധിച്ച് കേൾക്കൂ. ഇനി അടുത്തത് ടേക്ക് കെയർ. ടേക്ക് കെയർ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ അതിനൊരു മലയാള പരിഭാഷ പ്രോപ്പറായിട്ടില്ല. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഒരാളെ കണ്ടു, അവരോട് സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് ബായ് പറയുന്നതിന് പകരം നമ്മൾ ടേക്ക് കെയർ എന്ന് പറയും. എന്നുവെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കൂ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കൂ, നന്നായിട്ട് നിങ്ങളുടെ ആരോഗ്യം നോക്കൂ എന്നൊക്കെ പറയുന്നതിന് പകരം ടേക്ക് കെയർ. ഇതിനൊരു എക്സാക്ട് മലയാളം ട്രാൻസ്ലേഷൻ ഒന്നുമില്ല. ടേക്ക് കെയർ. ഇനി അതുപോലെ തന്നെ ഗുഡ് ബൈ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളോട് യാത്ര പറയുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫ്രേസാണ് സീ യു ലേറ്റർ. സീ യു ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട് കാണാം. സീ യു ലേറ്റർ, പിന്നീട് കാണാം. സീ യു ലേറ്റർ. അപ്പം എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ടേക്ക് കെയർ പഠിച്ചു, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ള രീതിയിൽ. ഇതൊക്കെ ഗുഡ് ബൈ പറയുമ്പോൾ കൂടെ പറയാൻ പറ്റുന്നതാണ്. പിന്നെ സീ യു ലേറ്റർ, പിന്നീട് കാണാം. നമ്മളിപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പറയല്ലേ നാളെ കാണാം, പിന്നെ കാണാം എന്നൊക്കെ. അപ്പോൾ അതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് സീ യു ലേറ്റർ, സീ യു ടുമോറോ, അങ്ങനത്തെ ഫ്രേസസ് ഒക്കെ. സോ സീ യു ലേറ്റർ അങ്ങനെ യാത്ര പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ്. ഇനി അടുത്ത് നമ്മളിപ്പോൾ ഒരാളെ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ അവരെ പരിചയപ്പെട്ടതിൽ നമുക്ക് സന്തോഷമുണ്ട്, അത് പറയാനായിട്ട് നമ്മൾ ഏത് ഫ്രേസ് യൂസ് ചെയ്യും? അത് പറയാനായിട്ട് നമ്മൾ നൈസ് ടു മീറ്റ് യു എന്ന് പറയും. നൈസ് ടു മീറ്റ് യു എന്ന് വെച്ചാൽ കണ്ടതിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. ഇതുപോലെ നമുക്കിപ്പം ഒരു കാര്യം ഇഷ്ടപ്പെട്ടു, ഓക്കെ, എനിക്കത് ഇഷ്ടമാണ് എന്ന് നമ്മളെങ്ങനെ പറയും? എനിക്കത് ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാം? ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയും. ഇഷ്ടം എന്നുള്ള വാക്കിന് പകരമാണ് നമ്മൾ ലൈക്ക് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. സോ ഐ ലൈക്ക് ഇറ്റ് എന്ന് വെച്ചാൽ എനിക്ക് അത് ഇഷ്ടമാണ്. അത് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുന്നത്. ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ്. എനിക്കത് ഇഷ്ടമല്ല എന്നെങ്ങനെ പറയാം? എനിക്കത് ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും? ഈ അത് എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് എന്ത് വേണേലും ആക്കാം കേട്ടോ. ഐ ലൈക്ക് കോഫി, ഐ ലൈക്ക് ടീ, ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ലൈക്ക് റീഡിങ് ബുക്സ്. അപ്പം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. എന്ത് ഇഷ്ടമാണെന്ന് പറയാനും ഐ ലൈക്ക് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്ത് ഇഷ്ടമല്ല എന്ന് പറയാനും ഐ ഡോണ്ട് ലൈക്ക് എന്ന് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കോഫി ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് കോഫി. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഹിം, എനിക്ക് അവനെ ഇഷ്ടമല്ല. സോ ഐ ഡോണ്ട് ലൈക്ക് എന്ന് വെച്ചാൽ എന്താ? എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടില്ല, ഇഷ്ടം അല്ലായിരുന്നു, ലൈക്ക് പാസ്റ്റിലെ കാര്യം എനിക്കിഷ്ടപ്പെട്ടില്ല എന്നെങ്ങനെ നമ്മൾ പറയുന്നത്? സോ ഐ ഡിഡിൻറ്റ് ലൈക്ക് ഇറ്റ് എന്ന് പറയും. എന്ത് പറയും? ഐ ഡിഡിൻറ്റ് ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഐ ഡിഡിൻറ്റ് ലൈക്ക് ഇറ്റ്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി, നമ്മൾ ഫുഡ് കഴിച്ചു, തിരിച്ചു വന്നു, എന്നിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, അതെങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് ലൈക്ക് ദ ഫുഡ്, ഐ ഡിഡിൻറ്റ് ലൈക്ക് ദ ഫുഡ്. സോ എനിക്കിഷ്ടപ്പെട്ടില്ല, ഐ ഡിഡിൻറ്റ് ലൈക്ക്. ഇനി നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് സഹായം വേണം. അപ്പം നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ആളുടെ അടുത്ത് സഹായം എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ യു ഹെൽപ്പ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ. ഇവിടെ ഹെൽപ്പ് എന്ന് വെച്ചാൽ സഹായമാണെന്ന് നിങ്ങൾക്കറിയാം. സോ ക്യാൻ എന്താണ്?
കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. സഹായിക്കാൻ കഴിയുമോ? ഇതൊരു ചോദ്യമായതുകൊണ്ടാണ് ഇവിടെ ക്യാൻ കഴിയുമോ എന്നുള്ള വാക്കായിട്ട് മാറുന്നത്. സോ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് വെച്ചാൽ എന്നെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ യു ഹെൽപ്പ് മീ. ഇപ്പം സഹായിക്കാൻ കഴിയും എന്നാണെങ്കിൽ എങ്ങനെ പറയാം നമ്മൾ? യെസ് ഐ ക്യാൻ ഹെൽപ്പ് യു. ഐ ക്യാൻ ഹെൽപ്പ് യു. ക്യാൻ എന്ന് വെച്ചാൽ കഴിയും. ഐ ക്യാൻ എനിക്ക് കഴിയും. സോ ഐ ക്യാൻ ഹെൽപ്പ് യു. യെസ് ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്ക് സഹായിക്കാൻ കഴിയും. ഇനി കഴിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? സോറി ഐ കാൺട്ട് ഹെൽപ്പ് യു. സോറി എന്ന് വെച്ചാൽ ക്ഷമിക്കണം. ഐ കാൺട്ട് ഹെൽപ്പ് യു. കാൺട്ട് എന്ന് വെച്ചാൽ കഴിയില്ല. കനോട്ട് ഷോർട്ട് ഫോം ആക്കി എഴുതിയിരിക്കുകയാണ്. ഐ കാൺട്ട് ഹെൽപ്പ് യു. എനിക്ക് സഹായിക്കാൻ കഴിയില്ല. കാൺട്ട് എന്ന് വെച്ചാൽ കഴിയില്ല. ഐ കാൺട്ട് എന്ന് വെച്ചാൽ എനിക്ക് കഴിയില്ല. സോ ഐ കാൺട്ട് ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഇനി അടുത്ത് നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും? ഫോർ എക്സാമ്പിൾ ചായ വേണോ, വെള്ളം വേണോ, ബിസ്ക്കറ്റ് വേണോ, എന്തെങ്കിലും അങ്ങനെ ചോദിക്കുകയാണ് വേണോ എന്ന്. അപ്പോൾ നമുക്ക് ഡു യു വോണ്ട് എന്ന് ചോദിക്കാം. എന്ത് ചോദിക്കാം? ഡു യു വോണ്ട്. ഈ ഡു വോണ്ട് എന്നുള്ള കോമ്പിനേഷൻ വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഡു യു വോണ്ട്, നിനക്ക് വേണോ. സോ ഡു യു വോണ്ട് വാട്ടർ, നിനക്ക് വെള്ളം വേണോ. ഡു യു വോണ്ട് ടീ, നിനക്ക് ചായ വേണോ. സോ ഡു യു വോണ്ട് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക, നിനക്ക് വേണോ എന്ന് ചോദിക്കാനായിട്ട്. ഇനി എനിക്ക് വേണ്ട എന്നാണ് എൻ്റെ മറുപടി എന്നെങ്കിൽ എന്താ ഞാൻ പറയാം? ഐ ഡോണ്ട് വാണ്ട് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് വാട്ടർ, എനിക്ക് വെള്ളം വേണ്ട. സോ എനിക്ക് വേണ്ട എന്ന് എങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട്. ഇനി എനിക്ക് വേണം എന്നാണെങ്കിലോ ഐ വാണ്ട്. എന്താ പറയാ? ഐ വാണ്ട്. ഐ വാണ്ട് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം വേണം. സോ എനിക്ക് വേണം എന്നെങ്ങനെ നമ്മൾ പറയാം? ഐ വാണ്ട്. ഈ വാട്ടറിന് പകരം നിങ്ങൾക്ക് കോഫി ആക്കാം, ടീ ആക്കാം, ബ്രെഡ് ആക്കാം, കമ്പ്യൂട്ടർ ആക്കാം, ലാപ്ടോപ്പ് ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. എന്തിനു വേണമെന്ന് ചോദിക്കണമെങ്കിൽ വാണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡു വാണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. വേണ്ട എന്ന് പറയാനാണെങ്കിൽ ഡോണ്ട് വാണ്ട്, വേണം എന്ന് പറയാനാണെങ്കിൽ വാണ്ട്. ഓക്കെ. ഇനി അടുത്തത് എന്നെ ദയവ് ചെയ്ത് വിളിക്കൂ എന്ന് നമ്മളിപ്പോൾ ഒരാളോട് പറയാണ്. അപ്പോൾ അതെങ്ങനെ പറയും? എന്നെ വിളിക്കൂ എന്ന് എങ്ങനെ പറയും? പ്ലീസ് കോൾ മീ. കോൾ എന്ന് വെച്ചാൽ വിളിക്കുക, മീ എന്ന് വെച്ചാൽ എന്നെ. അപ്പം എന്നെ വിളിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ തിരിഞ്ഞു വന്നു വിളിക്കുക എന്നെ എന്നാകും. സോ പ്ലീസ് കോൾ മീ എന്നാകും. എന്നെ വിളിക്കുക, പ്ലീസ് കോൾ മീ. ഇനി ഞാൻ നിന്നെ വിളിക്കാം എന്നെങ്ങനെ പറയും? ഐ വിൽ കോൾ യു. വിളിക്കാം, വിൽ കോൾ എന്ന് വെച്ചാൽ വിളിക്കാം, ഒരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ വിൽ കോൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യും എന്ന് പറയുമ്പോൾ. സോ ഐ വിൽ കോൾ യു, ഞാൻ നിന്നെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു. ഞാൻ നിന്നെ വിളിക്കില്ല, ചെയ്യില്ല എന്നെങ്ങനെ പറയും? ഐ വിൽ നോട്ട് എന്ന് പറയും. വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്നാണ് അർത്ഥം. സോ ഐ വിൽ നോട്ട് കോൾ യു, ഞാൻ നിന്നെ വിളിക്കില്ല. ഐ വിൽ നോട്ട് കോൾ യു. അപ്പോൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ഐ വിൽ, ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഐ വിൽ നോട്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ കോളിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഐ വിൽ നോട്ട് സ്പീക്ക്, ഐ വിൽ സ്പീക്ക്, അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ഈറ്റ്, ഐ വിൽ ഈറ്റ്, ഐ വിൽ നോട്ട് റൺ, ഐ വിൽ റൺ, എന്ത് പ്രവൃത്തി വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ സിമ്പിളായിട്ട് കുറേ സെൻറ്റൻസസ് പഠിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലും കൂടുതലായിട്ടും നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ബേസിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആയിരിക്കും ഈ 30 ഡേയ്സ് ചാലഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ ദയവായി ഫസ്റ്റ് വീഡിയോ കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ 30 ഡേയ്സ് വീഡിയോസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ പ്ലസന്റ് ഡേ. English Mitra. Stop worrying, start learning.